സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ബിജെപിയിലും പൊട്ടിത്തെറി. ജില്ലയിലെ മുതിർന്ന ബിജെപി നേതാക്കളെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം. കോഴിക്കോട് കോർ കമ്മിറ്റിയിലും കഴിഞ്ഞ ദിവസം രൂക്ഷമായ തർക്കമുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോഴിക്കോട് ബിജെപിയിലും തർക്കം മുറുകുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് താൽപര്യമുണ്ടായിരുന്നു. ഇതിനായി മാസങ്ങൾക്ക് മുമ്പ് ചാലപ്പുറം ഡിവിഷനിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രകാശ് ബാബു മത്സരിക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അതോടൊപ്പം ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് വി കെ സജീവനെയും ഇത്തവണ പരിഗണിക്കാൻ സാധ്യത കുറവാണ്. താൻ ഇല്ലെങ്കിൽ സജീവനും വേണ്ട എന്നതാണ് പ്രകാശ് ബാബുവിന്റെ നിലപാട്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിടുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർ കമ്മിറ്റിയിലും രൂക്ഷമായ തർക്കം ഉണ്ടായി. കോഴിക്കോട്ടെ ചില ബിജെപി നേതാക്കൾ രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തിയെന്ന് കോർ കമ്മിറ്റിയിൽ ആരോപണം ഉയർന്നിരുന്നു. വോട്ട് മറിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചർച്ച നടത്തിയതെന്നാണ് ഉയരുന്ന ആരോപണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.